നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ജപ്പാൻ കൊറിയ യാത്രയുടെ ഒരു ദിവസം കൂടെ ബാക്കി നിൽക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊറിയയുടെ തലസ്ഥാനമായ സോളിലെ രാജ കൊട്ടാരത്തിന് മുന്നിലാണ്. നിങ്ങൾ കാണുന്ന പോലെ 14ാം നൂറ്റാണ്ട് നിർമ്മിക്കപ്പെട്ട രാജകൊട്ടാരമാണ്. പക്ഷേ ജപ്പാൻ ഇവരെ അധിനിവേശം നടത്തിയ കാലഘട്ടത്തിൽ കുറേയൊക്കെ കൊട്ടാരത്തിൻ്റെ ബിൽഡിങ്സൊക്കെ അവർ പൊളിച്ച് കത്തിച്ച് കളഞ്ഞു. ബാക്കി നിൽക്കുന്ന 1-2 വലിയ ബിൽഡിങ്സാണ്. കൂടാതെ മറ്റ് എല്ലാ ബിൽഡിങ്സും ഇവർ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്, പഴയ പോലെ തന്നെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഈ ഒച്ചയും മുളക് കേൾക്കുന്ന ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ഗാർഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ഗാർഡ് മാറി പുതിയ ഗാർഡ് വരുന്ന പഴയ ഒരു പരമ്പരാഗതമായ ആ ഒരു രീതി ഇന്നും പിന്തുടരുന്നുണ്ട്. ഒരു സെറിമോണിയൽ പരിപാടിയായിട്ട് കരുതിയാൽ മതി. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഇവിടെ ഇത്രയും ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി പോകാൻ പോകുന്ന നമി ഐലൻഡ് എന്ന് പറഞ്ഞ എല്ലാവരും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ടീനേജേഴ്സൊക്കെ കേട്ടിട്ടുണ്ടാവും. കാരണം സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ അറിയപ്പെടുന്നത് കോസ്മെറ്റിക്സിൻ്റെയും അതുപോലെ സീരിയലുകളുടെയും പിന്നെ BTS ഒക്കെ പോലെയുള്ള വമ്പൻ മ്യൂസിക് ബാൻഡുകളുടെയൊക്കെ പേരിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സീരിയലുകളും അതുപോലെ തന്നെ മ്യൂസിക് ബാൻഡുകളുടെ പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് നമി എന്ന മനോഹരമായ ഐലൻഡിൽ വെച്ചാണ്. നമ്മളിപ്പോൾ ചേഞ്ച് ഓഫ് ഗാർഡ് കണ്ടതിന് ശേഷം അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ധാരാളം പേരെ നമ്മൾ ഈ ട്രഡീഷണൽ വേഷങ്ങളിൽ കാണാം. ഇവിടെ നിൽക്കുന്നതൊക്കെ ട്രഡീഷണൽ വേഷങ്ങളുള്ളവരാണ്. ഇത് നമുക്കിവിടെ റെൻറ്റിന് കിട്ടുന്ന വേഷമാണ്. അപ്പോൾ രാവിലെ തൊട്ട് ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ പലരുടെ രീതിയാണ്. നമ്മുടെ നാട്ടിൽ മുണ്ടും നേരി തൊട്ട് നടക്കുന്നത് വിചാരിച്ചാൽ മതി. എന്നാലും വളരെ കളർഫുള്ളാണ്. അതുപോലെ തന്നെ കൊട്ടാരമൊക്കെ ആണെങ്കിലും വളരെ കളർഫുള്ളും വളരെ മനോഹരവുമാണ്. അപ്പോൾ നമുക്ക് അല്പനേരം കൂടി ചേഞ്ച് ഓഫ് ഗാർഡ് കണ്ടതിന് ശേഷം നമി ഐലൻഡിലേക്ക് പോകാം. ഇവിടെ കുറേ യൂറോപ്യൻസുമായിട്ടാണെന്ന് തോന്നുന്നു. അവരെല്ലാവരും ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടുകൊണ്ടൊരു ജാഥ പോലെ പോകുന്നു. ഏതോ ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു വമ്പൻ ഗ്രൂപ്പ് യൂറോപ്പിൽ നിന്നുള്ളവരാണ്. അവരാണ് ഫോട്ടോ എടുക്കുന്നത്. ഇനി ഇവിടെ നാഷണൽ പാലസ് മ്യൂസിയം ഓഫ് കൊറിയ കാണുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, നോക്കട്ടെ. നോ ഫ്ലാഷ് ആൻഡ് ട്രൈപോഡ് എന്ന് പറയുന്നുള്ളൂ. ഇതായിരുന്നു രാജാക്കന്മാരുടെ ഒഫീഷ്യൽ സിംഹാസനം. പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കാൻ വലിയ ആൾക്കാരാണെങ്കിൽ. ഇവിടുത്തെ എല്ലാം കുഞ്ഞു മനുഷ്യരായതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ത്യയിലെ രാജാക്കന്മാരായിരുന്നെങ്കിൽ അവരുടെ ഡുണ്ടി പോലും ഒതുങ്ങില്ല. സിംബൽസ് ഓഫ് റോയൽ സ്റ്റാറ്റസ്, സീൽസ്, ബുക്സ് ആൻഡ് എഡിക്ട്സ് ഓഫ് ഇൻവെസ്റ്റിറ്റ്യൂഡ്. നമ്മളിപ്പോൾ ഈ പാലസിൽ കൂടെ നടന്നപ്പോൾ അവിടെയൊക്കെ മണ്ണാണ്. അപ്പോൾ മണ്ണ് കളഞ്ഞിട്ട് നമുക്ക് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി ഇവിടെ സംവിധാനമുണ്ട്. ഇത് നമുക്ക് ഇവിടുത്തെ ബീച്ചുകളിലൊക്കെ കാണാം. എത്ര വൃത്തിയായിട്ടാണ് ഓരോ സ്ഥലങ്ങൾ സൂക്ഷിക്കുന്നുള്ള ഉദാഹരണമാണ്. ഇവിടെ നമ്മൾ ഈ ഒരു സാധനം എടുക്കുക, എന്നിട്ട് സ്വിച്ച് അമർത്തുക. അപ്പോൾ ഒന്നും വരില്ല. അപ്പോൾ ഈ സ്വിച്ച് അമർത്തുക, അപ്പോഴും ഒന്നും വരില്ല. അപ്പോൾ പിന്നെ എന്താ നോക്കണം, പൈസ ഇടണമായിരിക്കും അല്ലേ? വേണ്ടേ? അയ്യോ പോയോ? അതിൻ്റെ ഓക്കെ. അപ്പോൾ നമ്മളിതിൽ അമർത്തി കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഭീകരമായി കാറ്റ് വരും. ആ കാറ്റ് വെച്ചിട്ട് നമ്മുടെ ഷൂ ഒക്കെ ക്ലീൻ ചെയ്യാം. അതുകൊണ്ട് വേറെ കാണാത്തൊരു പരിപാടിയാണ്. പലതരത്തിലുള്ള ബസ്സുകൾ. അതായത് ഹ്യുണ്ടായുടെ ബസ്സാണ്. ഈ രാജ്യം മുഴുവൻ ഹ്യുണ്ടായും കിയയും കൂടെ കീഴടക്കി വെച്ചിരിക്കുക. ഇത് കിയ. കാറുകൾ മാത്രമല്ല, ബസ്സുകളടക്കം എല്ലാം കിയയും ഹ്യുണ്ടായും ഒക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചില ചൈനീസ് ബസ്സുകളുമുണ്ട്. അതാണ് അവിടെ കാണുന്നത്. യൂണിവേഴ്സ് എങ്കിലും പൊതുവെ കുറയാണ്.
ഇത് രണ്ടും കിയ. കിയുണ്ട് ഹ്യുണ്ടായി, നമ്മുടെ ബസ് കിയ, ഇത് യൂണിവേഴ്സ്. അതിനപ്പുറത്ത് നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്ന ദൈവമാണത്. ദൈവം ഇപ്പോൾ നിന്നുപോയ കമ്പനി ദൈവു. വീണ്ടും ഹ്യുണ്ടായി. ഇനി ചെറിയ വാനുകൾ, ബെൻസിൻ്റെ സ്പ്രിൻറ്ററൊക്കെ പോലുള്ള ചെറിയ വാൻ, അതും ഹ്യുണ്ടായി. അവിടെ കിടക്കുന്നതൊക്കെ കിയ കാർണിവൽ. അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം ഹ്യുണ്ടായി അൽക്കസാർ. എല്ലാം ഇവർ കീഴടക്കി വെച്ചിരിക്കുന്നു ഒരു രാജ്യം. അപ്പോൾ നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് ഹോട്ട് പോട്ടാണ്. ഹോട്ട് പോട്ട് എന്ന് പറഞ്ഞാൽ ചൈനീസ് രീതിയാണ്. നമ്മുടെ ടേബിളിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഈ ഒരു ചട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ ഫുഡ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ചൈനയിൽ പൊതുവേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബുഫേ പോലെ വേവിക്കാതെ ഇറച്ചി വെച്ചിരിക്കുന്നത് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ മേശപ്പുറത്തെ സ്റ്റൗവിൽ വേവിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഓൾറെഡി സാധനം വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിച്ചാൽ മതി. എന്തൊക്കെയാണ് കിട്ടുന്നത് എഴുതിയിട്ടുണ്ട്. പാൻ കേക്ക്, സ്പൈസി ഫിഷ് സ്റ്റൂ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തിരിക്കുന്ന 4 പേരാണ് ഏറ്റവും ഗംഭീരമായിട്ട് ആഹാരം കഴിച്ചത്. ഞാൻ ഉൾപ്പെടുന്ന 4 പേര്. എല്ലാം തീർന്നു കഴിഞ്ഞു. അതെ, നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിച്ചു തീർത്തു. ഇദ്ദേഹമാണെങ്കിൽ സ്വന്തമായിട്ട് ഹോട്ടലുള്ള ആളാണ്, അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ അറിയാമായിരുന്നു. ഇവിടെയൊക്കെ ബാക്കിയുണ്ട്, തടിയന്മാരാണെങ്കിൽ ഇവിടെ ബാക്കിയുണ്ട്. ഇനി സാധനം ഇവിടെയൊക്കെ ബാക്കിയുണ്ട്, എല്ലായിടത്തും ബാക്കിയുണ്ട്. ഇവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ ബാക്കി വന്നിരിക്കുന്നത്. എന്നത് ഞങ്ങളുമായിട്ട് ഞങ്ങളോടൊപ്പം പിടിച്ചു നിന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ബെന്നി സംഘവും മുഴുവൻ തീർത്തു. വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് ഇവിടെ ഒന്നുമില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചമ്മന്തിപ്പൊടിയും കൂട്ടി 2 പേരും കഴിച്ച് ദാരിദ്ര്യമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഗംഭീര ഹോട്ട് പോട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇനി പോകുന്നത് നമി ഐലൻഡിലേക്കാണ്. നമി ഐലൻഡ് ശരിക്കുള്ള പേര് നമീസിയോം എന്നാണ്, പക്ഷേ നമി ഐലൻഡ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പ്രത്യേകത ഇവിടെ ധാരാളം സീരിയലുകളുടെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു ഐലൻഡാണെന്നുള്ളതാണ് നമ്മുടെ ഒരു പുതിയ തലമുറയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് മാത്രമല്ല, ഇവിടെ ഈ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ഭയങ്കര ഗംഭീരമായ മാറ്റം വരുന്ന ഐലൻഡാണ്. ഈ ഐലൻഡ് കാണാൻ ഏറ്റവും ഭംഗി വിൻ്ററിലും ഓട്ടത്തിലുമാണെന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ പോകുന്ന ആ സമയത്തൊന്നുമല്ല, എങ്കിലും കുഴപ്പമുണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്ത കുറേ സീരിയലുകൾ, അതായത് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത് സൊണാറ്റ എന്ന് പറയുന്നൊരു സീരിയലാണ്. പിന്നെ വെൻ മൈ ലവ് ബ്ലൂംസ്, ഹൈ ബൈ മമ, മദർ ഓഫ് മൈൻ, മദർ, റോസി ലവേഴ്സ്, ഹൈസ്കൂൾ കിങ്, അങ്ങനെ പല പല സീരിയലുകൾ. ഇതെല്ലാം ലോക ഹിറ്റുകളാണ്. ഇതൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ചില വീടുകളുണ്ട്, അതുപോലെ തന്നെ ഭംഗിയുള്ള ഐലൻഡുമാണ്. ഇവിടെ നിന്ന് ആകെ 7 മിനിറ്റ് ബോട്ടിൽ സഞ്ചരിച്ചാൽ മതി. ഇത് പുഴയിലുള്ള ഐലൻഡാണ്, അല്ലാതെ കടലിലല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കാണുന്ന ആ പുഴ ഒന്ന് ക്രോസ് ചെയ്താൽ നമി ഐലൻഡായി. അപ്പോൾ നമ്മളിനി നമി ഐലൻഡിലേക്ക് പോകാം. ഈ പുഴയിലൊരു ഐലൻഡാണ്, ആ കാണുന്ന പുഴയിലെ ഐലൻഡാണ് നമി. ഇവർ ഈ ഐലൻഡിനെ ഒരു തമാശയ്ക്ക് വേണ്ടി റിപ്പബ്ലിക്കായിട്ടാണ് കാണുന്നത്, അതായത് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട്. വെൽക്കം ടു നമിനാറ റിപ്പബ്ലിക് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മൾ ബോട്ടിൽ കയറുമ്പോൾ ഇമിഗ്രേഷൻ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ ബോട്ട് ടിക്കറ്റ് എടുക്കുന്ന രീതിയിലല്ല ഇമിഗ്രേഷൻ. അപ്പോൾ വേറൊരു രാജ്യത്തേക്ക് പോകുന്നൊരു ഫീലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്കൊരു ഒരു കൊടിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ലെഫ്റ്റിൽ കാണുന്നത് കൊറിയയുടെ കൊടിയാണെങ്കിൽ റൈറ്റിൽ കാണുന്നത് ഈ നമിനാറ റിപ്പബ്ലിക്കിൻ്റെ കൊടി എന്നാണ് സങ്കല്പം. അപ്പോൾ നമ്മുടെ ഡിപ്പാച്ചർ ഇമിഗ്രേഷൻ എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഇവിടെ കാണുന്നത്. ഹായ്. പെറ്റിക്വറ്റ്, എറ്റിക്കറ്റ് പോലെ പട്ടിയും കൊണ്ട് വരുന്നൊരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പെറ്റിക്വറ്റ്, അതാണ് നമ്മുടെ ബോട്ട് ഇവിടെ കിടക്കുന്നു. Welcome to Naminara Republic. Come on, boys. Just no, it's very close. That one, oh.
ഓ അവിടെ എന്താ കിടന്ന് മറിയുന്നത്? ഹായ്. അപ്സ്റ്റേഴ്സിലേക്ക് പോകാൻ, അപ്സ്റ്റേഴ്സിൽ പോകാനാണ്. ആ കാണുന്നതാണ് നാമി ഐലൻഡ്. ഇവിടെ വാട്ടർ സ്പോർട്സ് ഒക്കെ കാര്യമായ രീതിയിലുണ്ട്. സ്പീഡ് ബോട്ടിലൊക്കെ പറക്കുന്നവരുണ്ട്. ഇവിടെ മനോഹരമായൊരു ഹോട്ടൽ. കൂടാതെ നമുക്ക് അവിടെ പോകാൻ സിപ്ലൈൻ ഉണ്ട്. സിപ്ലൈനിൽ തൂങ്ങിക്കിടന്നിട്ട് വേണമെങ്കിൽ പോകാം നേരെ ഐലൻഡിലേക്ക്. എന്തൊക്കെ ആക്ടിവിറ്റീസാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഏർപ്പെടുത്താത്ത നമ്മുടെ ഭരണാധികാരികൾക്ക് നടുവിരൽ നമസ്കാരം എന്നേ പറയാനുള്ളൂ. നമ്മൾ എത്തിക്കഴിഞ്ഞു. ആകെ 5-6 മിനിറ്റിൻ്റെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഐലൻഡിലേക്ക് എത്തി. നമിനാറ റിപ്പബ്ലിക്. വേണമെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് കൂടെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ആഹാ, ബുക്കുകൾ അടുക്കി വെച്ചതുപോലെയുള്ളൊരു ശില്പം ഇവിടെയുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൽ നമ്മുടെ പഞ്ചതന്ത്രം ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ നാമി ഐലൻഡിൽ കൂടെ നടക്കുകയാണ്. ഇത് വിനോദസഞ്ചാരത്തിന് വേണ്ടി മാത്രം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഐലൻഡാണ്. പിന്നെ ആരോ ചുമന്ന് വെച്ചിരിക്കുന്ന ഒരു കല്ല്. ഇവിടെ ഇങ്ങനെ മുകളിലൊക്കെ ചില ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടുണ്ട്. പകലായതുകൊണ്ട് അതിൻ്റെ ഒന്നും ഭംഗി നമുക്ക് കാണാനാവില്ല. ഇവിടെ ഒരു ശില്പം. ഇത് നമ്മുടെ നമി ഐലൻഡിൻ്റെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ കാണുന്ന ഒരു കോറിഡോറാണ്, മരങ്ങളുടെ കോറിഡോർ. ഇത് സ്പ്രിങ്ങിലും മറ്റും ഇതങ്ങനെ ഫുൾ കളർഫുള്ളാകും. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ സാധാരണ ഒരു പൈൻ തോട്ടം പോലെയുള്ളൂ. ഇവിടെ പല ഭാഷകളിലുള്ള വെൽക്കമൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പല രാജ്യങ്ങളിലെ പല ഭാഷകൾ. നമ്മുടെ നമസ്കാരമാണ് താഴെ കാണുന്നത്.
നമസ്തേ, വെൽക്കം. ദ ഇസ്രായേൽ, റഷ്യൻ, ബോൺജോ, ഹൊല, മഹാബ, ഹേയ്, വെൽക്കോമൻ, കാമുസ്തക, ഹേയ്, ഹലോ. ഏതൊക്കെ രാജ്യങ്ങളിലാണെന്ന് അതിൻ്റെ പതാകം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഫ്ലാഗ് ഇവിടെ കാണുന്നു. ഇവിടെ നമി ഐലൻഡ് എന്ന് എഴുതിയൊരു സംഭവമുണ്ട്. അതിൻ്റെ അടുത്ത് നിന്ന് പടം എടുക്കുകയാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇന്ന് നാട്ടുകാരനല്ലാത്തൊരു യുവാവിനെ കണ്ടു. അത് ഒട്ടകപ്പക്ഷി അഥവാ ഓസ്ട്രിച്ചാണ്. എടാ ഓസ്ട്രിച്ച്, ഹലോ ഹലോ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കമ്പിവേലിക്കകത്ത്, അല്ല കമ്പിവേലില്ല, തടിവേലിക്കകത്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. കുറച്ച് പേരുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഇറച്ചി നമ്മൾ കഴിച്ചിരുന്നു 2 മാസം മുമ്പ് ഓസ്ട്രേലിയയിൽ പോയപ്പോൾ. ഓസ്ട്രിച്ച് ഫാമാണിത്. ഇവിടുത്തെ ഈ ഒരു മരങ്ങളുടെ ഇലകൾ അതിമനോഹരമായ നിറത്തിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. കണ്ട കണ്ട കണ്ട. ഇലകളുടെ നിറച്ചാർത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ 2 രൂപ നിൽക്കണേ. 1 2 3. ഓക്കെ, 1 2 3. ഓക്കെ. തല പൊക്കി പൊക്കി വരുന്നുണ്ടോ? പറയണ്ട, നേരെ പറഞ്ഞോളൂ. എന്താ പറയുന്നത്? എന്താ എന്താ എന്താ? ഓഹോ, എന്നെ US-ലേക്ക് കൂട്ടു. ഇല്ല ഇല്ല ഇല്ല, സോറി ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അത് പറ്റത്തില്ല. ഒന്നും അറിയത്തില്ല നമുക്ക്. പക്ഷെ ഞാൻ പറഞ്ഞത് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ആൾക്കാർ കല്ലടുക്കി വെച്ചിരിക്കുന്ന ബുദ്ധിസ്റ്റ് ആചാരം. കണ്ടമാനം ആഗ്രഹമുള്ള ഒരാളുണ്ട്, ഇടയ്ക്ക് വന്നു പോയിട്ടുണ്ട് ഇവിടെ. ഇത് വിൻ്റർ സൊണാറ്റ എന്ന സീരിയൽ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ആ സമയത്ത് ഇതാ ഈ സ്ഥലം ഇങ്ങനെ ആയിരുന്നു. അതാണ് ഇവിടുത്തെ ഒരു ഭംഗി. പക്ഷേ ഇപ്പോൾ ആ ഒരു സീസൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു പച്ചപ്പുള്ള സ്ഥലമാണ് കാണുന്നത്.
ഇതാ ഇവിടെയൊക്കെ ഇത് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ്. വിൻ്റർ സൊനാറ്റ. Where Jansung and Eugene used to date and walk together. അതാണ് ഈ സ്ഥലം. ഇവിടുത്തെ ഒരു ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെയാണെന്ന് തോന്നുന്നു ഈ സീരിയൽ. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതിവിടുത്തെ മറ്റൊരു മരങ്ങളുടെ ഇടനാഴി. 저기 지야. 저기 지푸라기로 집게. വാട്ടർ ടാങ്ക് ലീക്ക് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ട് നല്ല ഫോട്ടോ എടുക്കാൻ. വാട്ടർ ടാങ്ക് ലീക്ക് ചെയ്യുന്ന പോലെ തോന്നിക്കുന്ന ഒരു വെള്ളച്ചാട്ടം. അപ്പോൾ ഏതാണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. നമുക്കൊരു ദിവസം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമെന്നേ ഉള്ളൂ. പക്ഷേ അതുപോലെയുള്ള സീസണ് വരുമ്പോൾ അതിമനോഹരമായ നിറങ്ങളായിരിക്കും ഇവിടെ മരങ്ങൾക്കും ഇലകൾക്കും. മലേഷ്യക്കാരാ. ഇവിടെ സ്റ്റീംഡ് ബൺ വിൽക്കുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഴുക്കട്ട പോലത്തെ ഒരു സാധനമാണ്. ഇതുള്ളൂ. ഇത് മുഴുവൻ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രിങ്കായ മദ്യമായ സോജുവിൻ്റെ കുപ്പികൾ കൊണ്ടുണ്ടാക്കിയാണ്. സാംസങ് ആണ് ഇത് നിർമ്മിച്ചു കൊടുത്തത്. ഈ പാലം ഈ തരത്തിൽ. നമ്മുടെ നാട്ടിലും ജവാൻ്റെ കുപ്പി വെച്ചിങ്ങനെ ആലോചിക്കാവുന്നതാണ്.